എൻ്റെ കുട്ടികൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചു. അപ്പായി ഫോൺ ഉപയോഗിക്കില്ല, മൊബൈൽ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം അപ്പായി ആണല്ലോ ഫോൺ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എനിക്കത് വളരെ വിഷമമുണ്ടായി. കാരണം എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ മൊബൈലിലാണ് കൂടുതൽ കോൾ വരുന്നത്, വാട്സപ്പിൽ മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം മൊബൈലിൽ കുട്ടികളെ മുന്നിൽ വെച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കാറുണ്ട്. സത്യമാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? അപ്പം ഇനിയും ഈ ഒരു വീഡിയോ ഇടുന്നത് പോലും ഇനി കുട്ടികളെ മുന്നിൽ വെച്ചെങ്കിലും മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും ഒന്ന് ശ്രമിച്ചത്. നമുക്ക് കുട്ടികൾക്ക് മൊബൈലിന് പകരം മൊബൈലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്തോ ഒരു ഓപ്ഷൻ, TV ഒരു ഓപ്ഷനാണ്. TV നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു 20 അടിയെങ്കിലും അകലത്തിൽ അവർക്ക് കാർട്ടൂൺസ് ഒക്കെ കാണണമെങ്കിൽ ഒരു TV ഒരു റീപ്ലേസ്മെന്റ് ഓപ്ഷൻ എന്നെനിക്ക് തോന്നുന്നു. ഒരു 20 ഫീറ്റ് അകലത്ത് TV കാണിക്കാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും പവറാണ്. കഴിഞ്ഞ ഇടയ്ക്ക് വന്ന പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണിൽ 6, 8 പവറും, മറ്റേ കണ്ണിൽ ചിലപ്പോൾ പവർ ഇല്ലായിരിക്കും, ചിലപ്പം 1 അല്ലെങ്കിൽ 2 അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയും കുറവാണ്. കാരണം അവർ ഒരു കണ്ണിന് കാഴ്ച ഉള്ളത് കൊണ്ട് ആ കണ്ണ് കൂടുതൽ ഉപയോഗിക്കുകയും മറ്റേ കണ്ണ് കൂടുതൽ ഉപയോഗിക്കാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ആംബ്ലിഫൈ ആവാനും ചിലപ്പം റെറ്റിന ഡിറ്റാച്ച്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം ഈ ഒരു അവധിക്കാലത്ത് എല്ലാവരും പേരൻസ് കുട്ടികളുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യുക. എവിടെയെങ്കിലും ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിലോ ഹോസ്പിറ്റലിലോ ഏതൊരു ഓപ്റ്റോമെട്രിസ്റ്റ് അവർ നന്നായിട്ട് ചെക്ക് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ണട വെക്കുക. കണ്ണട വെക്കാതിരിക്കുന്നവരും ഒരു പ്രയോജനവും ഇല്ല, പവർ കൂടത്തുള്ളൂ. അത് മാത്രമല്ല കണ്ണ് മടിയിലായി പോവുകയും ചെയ്യും, ആംബ്ലിഫൈയിലോട്ട് പോകും. അപ്പം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ നാട് കുറിച്ച് വയ്യമ്മയെന്ന് പറയും. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സായിട്ട് നിന്ന ഒരാൾ പോലും കണ്ണട ഷോർട്ട് സൈഡ് വെച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിലൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാവിലൊക്കെ മാങ്ങ അറിയാനായിട്ട് ഇങ്ങനെ ഉന്നം വെച്ചായിരിക്കും എറിയുന്നത്. അങ്ങനത്തെ ഒരു ജനറേഷനായിരുന്നു. അതേ സ്ഥാനത്ത് അതേ പേരൻസിൻ്റെ മക്കൾക്ക് കണ്ണട വെക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം അന്ന് നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസ് കുറവാണ്. ഇന്ന് നേരെ തിരിച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറവാണ്. അപ്പം കുട്ടികൾക്ക് കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഏതായാലും ഒന്ന് കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം. പവറൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കണ്ണട വെക്കുന്ന ഒരു സുഖമുള്ള പരിപാടി എന്ന് പറയും. ഞാൻ എൻ്റെ കണ്ണട മസിൽ വീക്ക്നെസ്സിനോട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഒരു 40 ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളത്തിന് വേണ്ടി കണ്ണട വെക്കുവാണെങ്കിൽ നോ പ്രോബ്ലം. അതിന് പകരമായിട്ട് ഷോർട്ട് സൈഡ് കണ്ണട വെക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ആരും കണ്ണട വെക്കാതിരിക്കട്ടെ. എന്താണ് നാളെ കണ്ണട വെക്കേണ്ടി വരും. നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.